പുതിനയിലയുടെയൊക്കെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു മല്ലിയില ഒന്ന് എളുപ്പത്തിൽ ഒന്ന് ചെയ്യണ ഒന്ന് വീഡിയോ ഇടണമെന്ന് ഉണ്ട്. ഒരെണ്ണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലുത് തന്നെയാണ് കേട്ടോ. നല്ല വലിയ പയറാണ്. ഇത് ആദ്യത്തെ ആയതുകൊണ്ട് എടുത്തിട്ടില്ല തന്നെ. ഇത് 2 എണ്ണമാണ് ഉണ്ടായിരിക്കുന്നത്. ചെറിയൊരു ചെടിയിലാണ് വന്നേക്കുന്നത്. ഒരുപാടൊന്നും ചെടി വലുതായിട്ടില്ല. അപ്പൊ 2 പയറ് വന്നിട്ടുണ്ട്. നമ്മൾ ആ സീഡിട്ട് മുളപ്പിച്ചതാണ്. വേറെ ചെടികൾ ഇവിടെ ഉണ്ട്, അതിലൊക്കെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ നല്ലൊരു തണുപ്പ് ക്ലൈമറ്റും കൂടിയാണ്. അപ്പോൾ ആ ഒരു നല്ലൊരു ക്ലൈമറ്റ് നട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തഴച്ച് വളരും. ഞാനിവിടെ പാകിയിരിക്കുന്നത് പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ വിത്തുകളാണ്. ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ചായിരുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വിത്ത് വിട്ടാലും ഇതുപോലെ നന്നായിട്ട് മുളക്കോ എന്ന്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കൊറിയാണ്ടറിൻ്റെ സീഡ് ഇട്ടാലും മുളക്കാറുണ്ട്. പക്ഷെ നമ്മൾ ന്യൂ പ്രൊഡക്ഷൻ ആയിട്ടുള്ള കൊറിയാണ്ടറിൻ്റെ സീഡ് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നാലും ഇതുപോലെ നന്നായിട്ട് മുളക്കുള്ളൂ. ഒത്തിരി പഴകിയ വിത്തിടുമ്പോഴാണ് മുളക്കാൻ താമസിക്കുന്നതും ആദ്യം നന്നായിട്ട് മുളച്ച് നന്നായിട്ട് ചെടി വരാത്തതും. നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇലകളിലാണ് കൂടുതൽ പെസ്റ്റിസൈഡൊക്കെ ആഡ് ചെയ്യുന്നതെന്ന്. നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒന്ന് നട്ടുപിടിപ്പിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തണ്ടൊക്കെ ആവശ്യം വരത്തുള്ളൂ. 1-2 തണ്ടൊക്കെ നമ്മുടെ കറികളിൽ ആവശ്യം വരുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയും സപ്പോർട്ട് ചെയ്യുക.